സ്നേഹമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു തിരുവചനമുണ്ട്. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. സ്നേഹമുള്ളവരെ, മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു രംഗം. അന്തേവാസികൾക്ക് മെഡിസിൻ വേണം. ലിസ്റ്റുമായി മരുന്ന് കടയിലെത്തി. ലിസ്റ്റ് കൊടുത്തു. പണമില്ല എന്നും പറഞ്ഞു. പിന്നെ ഇഷ്ടം പോലെ ചീത്ത വാക്കുകളാണ് മദർ ശ്രവിച്ചത്. ശാന്തമായി അതെല്ലാം കേട്ടു. കീശയിൽ നിന്ന് ജപമാല എടുത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ജപമാല പൂർത്തിയായപ്പോൾ കടക്കാരൻ ആ ലിസ്റ്റ് വീണ്ടും ചോദിച്ചു. എല്ലാ മെഡിസിനുകളും എടുത്തു. മദറിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഇനിയും ആവശ്യം വരുമ്പോൾ വന്നുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു നല്ല ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന സത്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയട്ടെ. പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറാൻ പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയട്ടെ. ആമേൻ.